ഞാൻ ഒരു ദിവസം ആവറേജ് 13 മണിക്കൂർ പണിയെടുക്കുന്ന ഒരാളാണ്. ഞാൻ ഒരു വർക്കഹോളിക്കാണ്. അങ്ങനെ പറയുന്നതിൽ അഭിമാനിക്കുന്ന ആളാണ്. പലരും പറയും വർക്കഹോളിക് ആവാൻ പാടില്ല എന്ന് പറയും. അങ്ങനെയല്ല, ഞാൻ വർക്കഹോളിക്കാണ്. അത് എവിടെയും പറയും. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ആ വർക്കിനെ ഞാൻ ഭയങ്കരമായി ആസ്വദിക്കുന്നു. അത് എന്നെ അപേക്ഷിച്ച് വർക്കല്ല, അത് എന്നെ അപേക്ഷിച്ച് ഒരു നൃത്തം ചെയ്യുന്ന പോലെ, ഒരു പാട്ട് കേൾക്കുന്ന പോലെ, ചില ആളുകൾക്ക് ഇഷ്ടമുള്ള അതുപോലെ എനിക്കത് ഇഷ്ടമാണ്. ഞാൻ അത് ചെയ്യുമ്പോൾ എൻ്റെ ഊർജം കൂടുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഞാൻ കല്യാണം കഴിച്ചിട്ടുണ്ട്, എനിക്ക് 2 മക്കളുണ്ട്, എന്നെ ചുറ്റിപ്പറ്റിയ ആളുകളുമുണ്ട്. ഇതിൽ ഞാൻ എത്ര കൺസേൺ ആണ്, എൻ്റെ മാത്രം സുഖമാണോ? കാരണം നമ്മളൊരു സോഷ്യൽ ബീയിങ് ആണ്, ഒരുപാട് പേരെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ആ ഒരു സോഷ്യൽ കൺസിഡറേഷൻ എനിക്കുണ്ടെങ്കിൽ ഞാൻ ഇതിനെ ബാലൻസ് ചെയ്യും. അതെങ്ങനെയാണ് ബാലൻസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ക്വാണ്ടിറ്റി അല്ല, ക്വാളിറ്റിയിലാണ്. എൻ്റെ വീട്ടിൽ 94 വയസ്സായ അച്ഛനുണ്ട്, 86 വയസ്സായ അമ്മയുണ്ട്, എൻ്റെ ഭാര്യയുണ്ട്, 2 മക്കളുണ്ട്. ഭാര്യയുടെ അമ്മയും ഞങ്ങളുടെ കൂടെയാണ്. അപ്പോൾ ഇതെല്ലാം ഞങ്ങൾ ഒന്നിച്ചു കൊണ്ടുപോകുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അതിന് നമുക്ക് അതിൻ്റേതായ പ്രാധാന്യം നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞാൽ കൊണ്ടുപോകാൻ കഴിയും. ഇപ്പോൾ ഈ വരുന്ന മറ്റന്നാൾ ഞാൻ എൻ്റെ ഫാമിലിയുമായി സിംഗപ്പൂർ പോവാണ്. അപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ ഒരു മാസം നല്ല തിരക്കാണ്, ഞങ്ങളുടെ ആനുവൽ മീറ്റൊക്കെ കഴിഞ്ഞിട്ട്. അപ്പോൾ ഈ ഒരാഴ്ച ഞങ്ങൾ 4 പേർ മാത്രമുള്ള ഒരു ലോകമാണ്. അപ്പോൾ അത് അവർക്ക് അടുത്ത ഒരു കൊല്ലത്തേക്കുള്ളൊരു ഊർജമാണ്. അപ്പോൾ അങ്ങനെ ഒരു സമയം, ഒരു സാധനം കണ്ടെത്താൻ നമുക്ക് കഴിയണം എന്നതാണ്. അതിന് പകരം നിങ്ങൾ 5 മണിക്കൂർ കൊടുത്തു, ഈ 5 മണിക്കൂറും നിങ്ങൾ മൊബൈൽ നോക്കിക്കൊണ്ടിരുന്നിട്ട് ഭാര്യയുടെ കൂടെ ഇരുന്നു, ഭർത്താവിൻ്റെ കൂടെ ഇരുന്നു എന്ന് പറയുന്നത് ഒരു അങ്ങനെയല്ല. അപ്പോൾ അതിന് ഇപ്പം ഞങ്ങൾ എറണാകുളത്ത് തന്നെ പല ഹോട്ടൽസിലും മെമ്പർഷിപ്പ് ഉണ്ട്. ഒരു രാത്രി ഞങ്ങൾ ഒന്നിച്ചു പോയി താമസിക്കും. ഈ എറണാകുളത്ത് വീട് തൊട്ടടുത്താ. എങ്ങനെയാണ് താമസിക്കുന്നതെന്ന് ചോദിച്ചാൽ അതൊരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് ആണ്. ആ രാത്രി വെറുതെ ഇരുന്ന് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കും, സ്വിമ്മിങ് പൂളിൽ പോയി കുളിക്കും, ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കും. അത് ഭാര്യയ്ക്കായാലും ശരി, മക്കൾക്കായാലും ശരി, ആ സമയം കൊടുക്കാൻ. നിങ്ങൾ വലിയ ബിസിനസ്സുകാരനായി, മക്കൾ കഞ്ചാവ് വലിച്ചു നടക്കുന്നു, ഭാര്യ ജീവിതത്തിൽ ഒരിക്കലും നിങ്ങൾ സംതൃപ്തിയല്ല, അതൊരു ജീവിതമാണെന്ന് ഞാൻ പറയില്ല. അപ്പം അങ്ങനെ ഒരു ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ കഴിയണം ഒരാൾക്ക്.